ആ സന്ദർഭം വീട്ടുകാരിയായ സ്ത്രീയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഈ മാംസം ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്. 3 ദിവസമായി എൻ്റെ യതീം കുട്ടികൾ പട്ടിണിയിലാണ്. വിശപ്പടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് എനിക്ക് ഈ മാംസം കിട്ടിയത്. ഇത് ഒരു കഴുതയുടെ ശവമാണ്. പട്ടിണി മാറ്റാൻ എൻ്റെ യതീമക്കളുടെ വിശപ്പടക്കാൻ മറ്റൊരു മാർഗം കാണാതെ വന്നപ്പോൾ കഴുതയുടെ ശവം അവർക്ക് ഭക്ഷണമാക്കാൻ തീരുമാനിച്ചു. ആ ശവത്തിൻ്റെ മാംസമാണ് പാകപ്പെടുത്തുന്നത്. ഇത് ഞങ്ങൾക്ക് മാത്രമേ ഭക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് നിഷിദ്ധമാണ്. പട്ടിണി കിടന്ന് വിഷമിക്കുമ്പോൾ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശവത്തിൻ്റെ മാംസം ഭക്ഷിക്കൽ ഹലാലാണെന്ന് ഇസ്ലാം പറയുന്നു. എൻ്റെ ഭാര്യയിൽ നിന്നും ദയനീയമായ ഈ വാർത്ത കേട്ടപ്പോൾ എൻ്റെ ഹൃദയം നൊന്തു. എൻ്റെ അയൽവാസികൾ 3 ദിവസമായി പട്ടിണി കിടക്കുന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ എൻ്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. യതീമായ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എങ്ങനെ സമാധാനം ലഭിക്കുന്നു? അവരെ സഹായിക്കാൻ നിനക്ക് കഴിയില്ലേ? എൻ്റെ മനസ്സ് എന്നോട് മന്ത്രിച്ചു. അധികം താമസിയാതെ ഹജ്ജിന് വേണ്ടി സ്വരൂപിച്ച പണം യതീമുകൾക്ക് കൊടുക്കുക. എണ്ണിത്തിട്ടപ്പെടുത്തി വെച്ച 300 ദിർഹം എടുത്ത് വിധവയായ എൻ്റെ അയൽവാസി സ്ത്രീക്ക് കൊടുത്തു. ഏറ്റവും വലിയ സുഹൃതം ചെയ്ത സന്തോഷമായിരുന്നു എൻ്റെ മനം നിറയെ. ഇതായിരുന്നു ഞാൻ ചെയ്ത സൽക്കർമ്മം. ഇതിൻ്റെ പ്രതിഫലമായിരിക്കാം അള്ളാഹു എനിക്ക് ഈ പദവി നൽകിയത്. മുവഫ്ഫഖ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിന് വിവരിച്ചു കൊടുത്തു. അവസാനിച്ചു.